നമസ്കാരം. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, കേട്ടിട്ടില്ലേ? അതുപോലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിമർശിച്ചാലും തെറ്റ് കാണിച്ചാലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് ആരും കരുതണ്ട. അതിനുവേണ്ടി ആരും ഘോരഘോരം സംസാരിക്കണ്ട എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തിന് നൽകിയ മറുപടിയാണ് ഇത്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യമുന്നയിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ആ വെള്ളം മാറ്റിവെച്ചേക്കോ, താൻ ഒരിക്കലും മുഖ്യമന്ത്രി പദവി ഒഴിയില്ല എന്നുള്ള തരത്തിൽ മറുപടി നൽകിയിരിക്കുന്നത്. തെറ്റ് പറ്റിയത് തനിക്കാണെന്നും ജനവിരുദ്ധ വികാരമാണ് തന്റെ പാർട്ടിയെ പോലും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതെന്നും ആ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് തന്നോടുള്ള വിരുദ്ധത തന്നെയാണ് വ്യക്തമായതെന്നും മുഖ്യന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ മൂപ്പർക്ക് സാധിക്കില്ല എന്നത് ഇത് വ്യക്തമാക്കുകയാണ്. ആജീവനാന്തകാലം മുഴുവൻ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച രായാവായി നടക്കണമെന്നതാണ് മൂപ്പർക്ക് ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. തగ్గടി മറുപടി മാത്രം നൽകിക്കൊണ്ട് താൻ ഒരിക്കലും മുഖ്യമന്ത്രി പദവി ഒഴിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതാണ് കഴിഞ്ഞ ദിവസം ഇടതു സർക്കാരിന്റെ പോരായ്മകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം തനിക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നും രാജിവെക്കില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഉപദേശിക്കുന്ന കോൺഗ്രസ് അവർ ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ രാജിവെച്ചു എന്ന് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞു. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷത്തിന് പറയാൻ സാധിക്കില്ല. എന്നാൽ പ്രതിപക്ഷം പറയുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഹിമാചലിലും കർണാടകയിലും മുഖ്യമന്ത്രിമാർ രാജിവെക്കാത്തത് എന്നതാണ് ചോദ്യം. മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന കോൺഗ്രസ് ഉപദേശം ആ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ രാജിവെച്ചു എന്നതാണ് മുഖ്യമന്ത്രി വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചോദിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണമെന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ചോദിക്കുന്നു. 2004 AK ആന്റണി രാജിവെച്ചത് സീറ്റ് കുറഞ്ഞത് കൊണ്ടല്ല, കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നം കൊണ്ടായിരിക്കുന്നെന്നും അതിനെ ഉദാഹരണമാക്കി തന്റെ രാജി ആവശ്യപ്പെടാൻ ആരും പുറപ്പെടേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. മകൾക്ക് ചെയ്യാത്ത ജോലിക്ക് മാസശമ്പളമായി ലക്ഷങ്ങൾ ലഭിക്കുന്നുണ്ട്. ലാവ്ലിൻ കേസ് 42 തവണയോളം മാറ്റിവെക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും വലിയ തിരിമറികൾ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇതിനെല്ലാം പിറകിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരാണ് എന്നത് കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ, പെൻഷൻ വരെയുള്ള നിരവധി പ്രശ്നങ്ങൾ ജനങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു സാഹചര്യമാണ്. ജനങ്ങൾക്ക് തന്നെ മടുത്തിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോഴുള്ളത്. ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ജനങ്ങൾ പോലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തന്റെ രാജി ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട, താൻ ഒരിക്കലും എന്ത് സംഭവിച്ചാലും രാജിവെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് പ്രതിപക്ഷത്തെ മാത്രമല്ല ജനങ്ങളെ പോലും നിരാശപ്പെടുത്തുന്ന ഒരു മറുപടി തന്നെയായി മാറുകയാണ്.